കറണ്ട് വന്നിപ്പം കണ്ടോ. ഇവിടെ ഈ റൂം ഇൻവെർട്ടറുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പം 6:12 ഇവിടെ ഒന്നും ഒരു പട്ടി ഇല്ലതുണ്ട്, തുറന്നിട്ടില്ലൊന്നുമില്ല. എൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ കണ്ടവരൊന്നും ഇവിടെ ഒന്നും ഇല്ല. ഇത് എൻ്റെ വീടാണ്, ഞങ്ങളുടെ വീടാണ് ഇത്. സഹദേവ മന്ദിരമാണ്. ഇവിടുത്തെ ക്യാമറയാണ് 3 ക്യാമറ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭയങ്കര ഡ്രാമകളാണ് ഇവിടെ അങ്ങ് ഭയങ്കര ഡ്രാമകളാണ്. കുറേ വ്യഭിചാരക്കഥ, കുറേ സംബന്ധക്കഥ. നമ്മളെ വ്യഭിചാരി എന്നാണ് ഇവൻ വിളിക്കുന്നത്. എല്ലാം കൊടുത്തിട്ടുണ്ട്. വ്യഭിചാരി. ഇവൻ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് പോകുന്ന നേരത്ത് എൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്നപ്പോൾ വ്യഭിചാരി എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവൻ വരുന്നത്. ഇവൻ വ്യഭിചാരി എന്ന് ഇവൻ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവന് ഭയങ്കര രോഗം. ഇവൻ തെക്കോട്ടും തിരിഞ്ഞിരുന്ന് അങ്ങ് കമൻറ്റാണ്. നമുക്ക് നമ്മുടെ വസ്തുവിനകത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവനങ്ങ് തെക്കോട്ട് തിരിഞ്ഞങ്ങ് ഇരിപ്പായി. ഇവൻ ഒരു കസേര വാതുക്കലോട്ടിട്ട് തെക്കോട്ട് നോക്കിയിരുന്ന് അങ്ങ് ചീത്ത വിളി ഇവൻ അതാ ജോലി. ഇവൻ്റെ ജോലി ഒരു കസേര ഇവൻ്റെ അവിടോട്ട് ഇട്ടുകൊണ്ട്, കതകിൻ്റെ അവിടോട്ട് ഇട്ടുകൊണ്ട്, ഫ്രണ്ടിലോട്ട് തുറക്കുന്ന കതകിൻ്റെ അവിടത്തോട്ട് തന്നെ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് തെക്കോട്ട് നോക്കി ഇരിപ്പാണ് ഇവൻ്റെ ജോലി. ഇവൻ ആരാ ഞങ്ങളെ നോക്കിയിരിക്കാൻ? ഞങ്ങളുടെ വസ്തുവിനകത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇവൻ ചീത്ത വിളിക്കുക, പ്ലേറ്റും കൊണ്ടിറങ്ങി കമൻട്രിയാണ്. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നോക്കുന്നു, മറ്റേത് മറിച്ചേത്, അമ്മയും മോളും ഇറങ്ങി മറ്റേത് മറിച്ചേതെന്ന് പറഞ്ഞ് ഇവനങ്ങ് കമൻട്രിയാണ്. ഇവന് ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ. ഇവൻ ആരാ ഞങ്ങളെക്കുറിച്ച് പറയാൻ? ഇവൻ എന്താ അധികാരമുള്ളത്? ഇവൻ എവിടുന്നോ വന്ന് വലിഞ്ഞു കയറിയ ഒരു തെമ്മാടി, ഒരു കണിയാൻ. ഇവൻ ആരാ ഞങ്ങളെക്കുറിച്ച് പറയാൻ? അല്ലെ കണ്ടവരൊക്കെ പറയാൻ ഞങ്ങളുടെ കുടുംബക്കാരി നോക്കാൻ ആരാ ഇവന്മാരൊക്കെ? എനിക്ക് സംബന്ധം ഉണ്ടാക്കാൻ ഇവനൊക്കെ ആരാ? സംബന്ധം ഞാൻ ആരുടെ കൂടെ പൊറുക്കണമെന്ന് തീരുമാനിക്കാൻ ഇവനൊക്കെ ആരാ? ഇവനൊക്കെ ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ? ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, രാജസ്ഥാനി മുക്കും ഗുജർ മുകേഷ് കുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അല്ലാതെ വേറെ ആരെയല്ലോ അവന് ഇവിടെ നിന്ന് വരുന്നതുമില്ല. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഇതാ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ ക്യാമറ കാണുന്നത്, ഈ ആർച്ചായി ഇവിടെ കാണുന്നത്. ഇത് സഹദേവ മന്ദിരത്തിലെ ആർച്ച, മനസ്സിലായില്ലയോ? അത് വേറെ എങ്ങനത്തെ അല്ല. ഇവിടെ കിടക്കുന്നതാണ് കാണിക്കുന്നത്, ചുമ്മാ അല്ല, വേറെ എങ്ങും കിടക്കുന്നതല്ല കാണിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ 3 ക്യാമറയുടെ കാര്യമാണ് കാണിക്കുന്നത്, അല്ല കണ്ടടത്തെ ഒന്നുമല്ല. കണ്ടടമൊന്നും ഇറങ്ങാൻ പോകാറില്ല. കണ്ടടമൊന്നും ഇറങ്ങാൻ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ലേസറടി അങ്ങ് തുടങ്ങി. ലേസറടി തലയിലോട്ട് ലേസറടി തുടങ്ങി. രാവിലെ അങ്ങ് നടത്തുന്നു ലേസറടി. സർവ്വസമയം ലേസറടിയാണ്. ആരാണിങ്ങനെ കയറിയിരുന്നോണ്ട് ലേസർ അടിക്കുക. ലേസർ പരിപാടിയാണ്. ഇതാ 3ാമത്തെ ക്യാമറ. ഇത് വെച്ച് കണ്ടില്ല, അവിടെ വരെ കാണാം ഞങ്ങളുടെ വീട്. എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ വീടാണ്. കണ്ട് ഈ ക്യാമറയും ഈ ക്യാമറയും ഇതൊന്ന് ഒരിടത്ത് തന്നെ കണ്ടില്ലയോ? കണ്ടോ? വേണ്ട ഈ ക്യാമറയും ഈ ക്യാമറയും എല്ലായിടം വെച്ചിട്ടുണ്ട്. തോന്നിയാസം പറയുന്നിട്ട് ഇവിടെ വേറെ എങ്ങാണ്ടാണ്. എന്തെല്ലാം കഥകൾ കേൾക്കണമെന്നറിയാം. എന്തെല്ലാം കഥകളും കള്ളത്തരവും കൊണ്ട് നടക്കുക കള്ളജാതികൾ. എൻ്റെ അച്ഛന് കള്ളജാതികൾ നടക്കുക ഇങ്ങനെ കള്ളത്തരം ഉണ്ടാക്കി കോമ്പൻസേഷൻ കിട്ടുന്ന പരിപാടിയായിട്ട് നടക്കുക ഇങ്ങനെ. കോമ്പൻസേഷൻ കഥകൾ, വിചാരക്കഥകൾ പറഞ്ഞ് കോമ്പൻസേഷനുമായിട്ട് നടക്കുക. എന്തുവാമേ? എൻ്റെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ രാവിലെ, അല്ലാതെ കണ്ടടമൊന്നുമില്ല. ഇത് തോന്നിയാസ കഥകളുണ്ടാക്കുക ഇവന്മാർ. ഞാൻ ശീലമാമൻ്റെ ഫോണിനകത്തോട്ട് സകല ചീത്ത വിളി. ഇവൻ പായും പൂവും ഒക്കെ വെച്ചാണ് ചീത്ത വിളിക്കുന്നത്, മായും ഒക്കെ വെച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവൻ്റെ ചീത്ത വിളിയുടെ ഇവൻ നമ്മുടെ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് ഇവൻ ചീത്ത വിളിച്ചുകൊണ്ട് വരിക. ഇവൻ കള്ളു കുടിച്ചേച്ച് വരുന്നുണ്ടേ. ശ്രീലത എന്ന് പറയുന്നവരാണ് ഇന്നലെ ഏതാണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തേച്ച് ഇവൻ വന്നതാണ്. ഇവിടെ നിന്ന് നമ്മളെ ചീത്ത വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ ദിവസവും ഇവന് സോക്കേടാ. ഇവന് നമുക്കിവിടെ ഒന്നും നിൽക്കാനൊക്കത്തില്ല. ഇവൻ പോകുന്നുണ്ട്. ഞാൻ തുണി പോക്കി കാണിക്കുക. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക ഇവന്. SNDP ബിൽഡിങ് കണ്ടില്ലയോ? ഇവിടെ പാട്ട് കേൾക്കുന്നത്. വലിയ സോക്കേടായിട്ട് മാറിയിരിക്കുക നമ്മുടെ അടുക്കൽ. എൻ്റെ വീടാണ്. കണ്ടല്ലോ എൻ്റെ അമ്മയെ കണ്ടല്ലോ. നിമിഷ നേരം കൊണ്ട് മാജിക്കൊന്നും ഞങ്ങൾക്കറിയത്തില്ല. മാജിക്ക് നിങ്ങൾ കണ്ടല്ലോ. കറണ്ട് പോയപ്പോൾ ഞങ്ങളുടെ കഥവ് തന്നെ തുറന്ന് ഇപ്പോഴും ഇറങ്ങിയ കറണ്ട് വന്നപ്പോഴും ഉണ്ട്. ഇവിടെ ഞങ്ങൾ കിടക്കുന്നു, ഈ ആർച്ചിൻ്റെ ഇതിൻ്റെ ഇവിടെ കിടക്കുന്നു, അല്ലാതെ വേറെ എങ്ങും അല്ല ഇതൊന്നും. മനസ്സിലായില്ലയോ? കഥകളാണ്, ഡ്രാമ, മാജിക്ക് കഥകളാണ്. മാജിക്ക് എന്തുവാണ് ഇവിടെ 5 മിനിറ്റ് വേണ്ട, 1 സെക്കൻഡ് കൊണ്ട് അവിടെ ആവും ഇവിടെ ആവും. എന്നുവെച്ചാൽ എന്തെല്ലാം കഥകൾ. ഏതവൻ്റെയാണെന്ന് അറിയത്തില്ല. ഏതവനാണ് ഇവിടെ വരുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കണ്ടടമൊന്നും നിരക്കേണ്ട കാര്യമില്ല. ഒരവൻ്റെയും സുബ്രഹ്മണ്യനൊന്നും ഇവിടെ കയറത്തില്ല. അവൻ്റെ കാല് നിങ്ങൾ തല്ലി ഒട്ടിക്കും. കാല് SNDP അവനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞവനെ. ഇവൻ ആരാ? ഇവൻ എങ്ങാണ്ട് കെട്ട കിടുമ്പ്